നമസ്കാരം. വി കുഞ്ഞകൃഷ്ണനെ കണ്ണൂർ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു, അതല്ലെങ്കിൽ നീക്കം ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ CPM കാരൻ അല്ലതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്. ആ സമ്മേളനം ശരാശരി സാമാന്യ ബുദ്ധിയുള്ള ഓരോ മലയാളിയും സശ്രദ്ധം ഒന്ന് കേൾക്കേണ്ടതാണ്. കാരണം ഇന്ന് നാട് ഭരിക്കുന്നത് CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. നാട്ടിലെ നിയമവ്യവസ്ഥയിൽ, അതായത് കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് മറ്റുമുള്ള നിയമവ്യവസ്ഥയിൽ ഒട്ടും വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ അതിനൊട്ടും ബലം മതിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിക്കുന്നു എന്നുള്ള ലളിതമായ വസ്തുതയാണ് രാഗേഷിൻ്റെ പത്രസമ്മേളനം വ്യക്തമാക്കുന്നത്. ധൻരാജ് രക്തസാക്ഷി ഫണ്ട് എങ്ങനെയാണ് അടിച്ചു മാറ്റിയത്, അതല്ലെങ്കിൽ മോഷണം നടത്തിയത്, അല്ലെങ്കിൽ കൊള്ളയടിച്ചത് എന്ന് സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് വി കുഞ്ഞകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ അവതരിപ്പിച്ചു. മാത്രവുമല്ല, പാർട്ടി സെക്രട്ടറി, മുൻ പാർട്ടി സെക്രട്ടറി, അതായത് അന്തരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണൻ, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതേപോലെ മുതിർന്ന എല്ലാ നേതാക്കളെയും, EP ജയരാജൻ ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളെയും അദ്ദേഹം ഈ വിവരം ധരിപ്പിച്ചു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാഗേഷ് പറയുന്നു, അതായത് ഇത് പാർട്ടി അന്വേഷിച്ചു, പാർട്ടി കണ്ടെത്തിയിരിക്കുന്നു. മധുസൂദനൻ MLA നേതൃത്വത്തിൽ, അതായത് പയ്യന്നൂർ MLA നേതൃത്വത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പാർട്ടി ഫണ്ട് തിരിമറിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പാർട്ടി കൂട്ടായി തീരുമാനിച്ചു. ആ കൂട്ടായ തീരുമാനം കുഞ്ഞകൃഷ്ണൻ അംഗീകരിക്കാനും അതിന് വിധേയമായി പ്രവർത്തിക്കാനും പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഇവിടെ നടന്നിരിക്കുന്നത് കൃത്യമായ മോഷണ കുറ്റമാണ്, അല്ലെങ്കിൽ കൊള്ളക്കേസാണ്. ഈ കൊള്ളക്കേസ്, ഒരു കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടൊരു ജനായത്ത സംവിധാനം നിലനിൽക്കുന്ന ഒരു സിവിൽ സമൂഹത്തിൽ അത് കുറ്റകൃത്യമാണ്. അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കേണ്ടതാണ്. പോലീസ് അതിൽ അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള കളവ് സ്വഭാവമുള്ള, അല്ലെങ്കിൽ മോഷണ സ്വഭാവമുള്ള, കൊള്ള സ്വഭാവമുള്ള വ്യക്തികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുകയും അതോടൊപ്പം അവരിൽ പരിഷ്കരണം, നവീകരണം സൃഷ്ടിച്ച് പുറത്ത് വീണ്ടും സമൂഹത്തിലേക്ക് കടത്തിവിടുക. അതിനു വേണ്ടിയിട്ടാണ് ഈ കുറ്റാന്വേഷണവും അതേപോലെ കോടതിയും ജയിലുകളും ഒക്കെ ഈ ഉദ്ദേശത്തിലാണ്. ഇവിടെ പാർട്ടി ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അന്വേഷിച്ചു, കുറ്റം കണ്ടെത്തിയിട്ടില്ല. അതേസമയം കുഞ്ഞകൃഷ്ണൻ വളരെ വ്യക്തമായി, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ അറിയാം അദ്ദേഹം എങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ് എന്നുള്ളത്. അദ്ദേഹം പറയുന്നു, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും ഈ മോഷണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ കൊള്ളയെക്കുറിച്ച് അറിയാം. ശരിയായിരിക്കാം, പാർട്ടി ഒരുപക്ഷെ അന്വേഷണം നടത്തി കുറ്റകൃത്യം കണ്ടിട്ടില്ല എന്ന് കണ്ട് കൂട്ടായി തീരുമാനം എടുത്തിട്ടുണ്ടാവാം. അതേസമയം ഗുരുതരമായൊരു വിഷയം മലയാളികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അലട്ടുന്ന വിഷയം അതല്ല. നമ്മളുടെ മുഖ്യമന്ത്രി ഒരു കൊടും കൊള്ള കണ്ടിട്ട് അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അദ്ദേഹം അതിൽ മൗനം പാലിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് കേരളം നയിക്കുന്നത്. ആ പാർട്ടിയുടെ മുൻ സെക്രട്ടറിക്ക്, സംസ്ഥാന സെക്രട്ടറിക്ക് ഇതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സെക്രട്ടറിക്കും ധാരണയുണ്ട്. എന്നിട്ടും അതിൽ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഒരുപക്ഷെ കണ്ണൂരിലെ പാർട്ടി കണ്ടെത്തിയ വിവരങ്ങൾ ശരിയായിരിക്കാം. എന്നാൽ അതേസമയം കുഞ്ഞകൃഷ്ണൻ ഉയർത്തിയ ആരോപണം സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്, ഓരോ മലയാളിയിലും നിലനിൽക്കുകയാണ്. അതായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കൊള്ളയെക്കുറിച്ച് അറിയാം, അദ്ദേഹം മിണ്ടുന്നില്ല. സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാം, അതുപോലെ ഉയർന്ന നേതാക്കൾക്കെല്ലാം അറിയാം, മിണ്ടുന്നില്ല. ഇത് CPMന്റെ വിശ്വാസ്യതയെ ഇല്ലാതാക്കുന്നു. ഓരോ മലയാളിയും എങ്ങനെ ഈ പാർട്ടിയിൽ, അല്ലെങ്കിൽ ഈ പാർട്ടി
ഭരിക്കുന്ന ഭരണകൂടത്തിൽ എങ്ങനെ വിശ്വസിക്കും? ഒരു ന്യായമായ ആവശ്യവുമായിട്ട് എങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെല്ലാൻ കഴിയും? ഇത്തരത്തിലുള്ള അടിസ്ഥാനമായ ചോദ്യങ്ങൾ. ഈ നാടിനെ ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിക്ക് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയിൽ തെല്ലും വിശ്വാസമില്ല. തങ്ങളുടെ കോടതി, തങ്ങളുടെ അന്വേഷണം, ആ കോടതിയിൽ, ആ പാർട്ടി കോടതിയിൽ അല്ലെങ്കിൽ ആ പാർട്ടി അന്വേഷണ സമിതിയിൽ തീരുമാനിച്ച് കണ്ടെത്തുന്നത് മുഴുവൻ പേരും അംഗീകരിക്കണം എന്നാണ് കെ രാഗേഷിൻ്റെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത്. അദ്ദേഹം ആ പാർട്ടിയുടെ കരുത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് സാമ്പത്തികമായി ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക അല്ലെങ്കിൽ ധനകാര്യമായ ശക്തിയുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ന് CPM. അങ്ങനെയെങ്കിൽ വി കുഞ്ഞകൃഷ്ണൻ അദ്ദേഹം ഉയർത്തിയ ആരോപണം ഞങ്ങളുടെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഓരോ മലയാളിയും സംശയത്തോടെ വീക്ഷിക്കാൻ ബാധ്യസ്ഥരാകുന്നു. കാരണം അമ്മാതിരിയുള്ള ഒരു ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ കെ രാഗേഷ് വി കുഞ്ഞകൃഷ്ണനെതിരെ ഞങ്ങളുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയതിന് നിലവിൽ നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അതിന് ആ അപകീർത്തി കേസുമായി വി കുഞ്ഞകൃഷ്ണനെതിരെ കെ രാഗേഷ് അടിയന്തരമായി നീങ്ങേണ്ടത് ഒരാവശ്യമാണ്. ഇത് ഓരോ മലയാളിയുടെയും, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ കുറ്റകൃത്യം, കള്ളയും കൊള്ളത്തരങ്ങളും കണ്ടു കഴിഞ്ഞാൽ നിശബ്ദനായിരിക്കുന്ന വ്യക്തിയല്ല എന്ന വിശ്വാസത്തോടെ, ആ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്ന ഉറപ്പിൽ കേരളത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ നഷ്ടപ്പെട്ട മാനം വീണ്ടെടുക്കേണ്ടതാണ്. അതുകൊണ്ട് വി കുഞ്ഞകൃഷ്ണനെതിരെ ശക്തമായ നിലപാട്, നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഒരു മലയാളി എന്ന നിലയിൽ ഈ ചാനലിലൂടെ ആവശ്യപ്പെടുകയാണ്.